ഹായ്, അനുവൻ കുമാർ അസോസിയേറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ നമ്മൾ കാണിക്കുന്നത് ബേപ്പൂരിനടുത്തുള്ള മാത്തോട്ടം എന്ന സ്ഥലത്ത് നസീഖ് ഹന്ന എന്നീ ദമ്പതികളുടെ 1700 സ്ക്വയർ ഫീറ്റിൽ ചെയ്ത വീടാണ്. പിന്നീട് നമ്മളിവിടെ ഈ ടൈൽസ് ചെയ്തത് സ്പേസർ ഇല്ലാണ്ടാണ്. ഇത് സ്പേസർ ഇട്ട് നമ്മൾ അപ്രോക്സ് ചെയ്യുമ്പോൾ ആ ഗ്രൂവിൽ കുറേ പൊടികളും മറ്റും ആയി നമ്മളൊരു മാസം കഴിയുമ്പം തന്നെ ചേറ് പിടിച്ച മാതിരി കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല സ്കിൽ ലേബേഴ്സിനെ വെച്ചിട്ട് കറക്റ്റ് ജോയിൻ്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്പേസർ ഇടാണ്ട് അപ്രോക്സ് ചെയ്യാണ്ടാണ് നമ്മൾ ഈ വീടിലെ ടൈൽസിൻ്റെ വർക്കൊക്കെ ചെയ്തത്. അത് തേച്ചിട്ട് നമ്മൾ ഗമ്മ തന്നെയാണ് നമ്മൾ ചെയ്തത്. പിന്നീട് നമ്മൾ വാഷ് ബേസിൻ്റെ മുകളിലുള്ള ഈ ക്ലാഡിങ് ലാമിറ്റ് എന്ന കമ്പനിയുടേതാണ്. ഇത് നമ്മൾ എക്സ്റ്റീരിയർ യൂസ് ചെയ്യുന്ന ടൈലാണ്, വാൾ ക്ലാഡിങ് ടൈലാണ് ഈ ചെയ്തത്. പിന്നെ ഈ വീടിൻ്റെ ഇൻറ്റീരിയറിൻ്റെ വർക്ക് എടുത്തത് അമീർ എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹം അത്യാവശ്യം പ്രൊജക്റ്റ് നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം ഒരുവിധ ജില്ലകളിലൊക്കെ വർക്ക് എടുക്കുന്ന ആളാണ്. നമുക്ക് ഓരോരോ പ്രൊജക്റ്റ് കഴിയുമ്പോഴും ചില സൈറ്റിൽ നിന്ന് ഓരോരോ എക്സ്പെരിമെൻ്റ് നമുക്ക് പഠിക്കാനുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഈ മാത്തോട്ടം ബീത്ത് ഈ സൈറ്റിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ വീടിനോട് ചേർന്നിട്ടൊരു കിണറുണ്ടായിരുന്നു. ഈ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിങ്ങിൻ്റെ കിണറുണ്ടാവുക. അത് സാധാ അവർ പുറത്തുനിന്ന് വാങ്ങിയിട്ട് വലിയ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിങ്ങനെ വെച്ചിട്ടാണ് റിങ്ങിൻ്റെ കിണർ ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ നനയ്ക്കാൻ വേണ്ടി അവർ ഈ കിണറിൽ നിന്ന് മോട്ടറിട്ട് വെള്ളം കംപ്ലീറ്റ് ഓഫാക്കാൻ മറന്നു. വെള്ളം കംപ്ലീറ്റ് താന്ന് സൈഡിൽ നിന്നുള്ള മണൽ അങ്ങോട്ട് ഇറങ്ങി കിണർ അങ്ങോട്ട് താന്നു പോയി. അത് ഈ വീടിനോട് ചേർന്നിട്ടായിരുന്നു അന്നത്തെ കിണർ. സ്പോട്ടിൽ ഇവിടെ അധികം കിണറിന് ആഴം ഉണ്ടാവില്ല. സ്പോട്ടിൽ ഇപ്പുറത്തൊരു കുഴി കുഴിച്ച് ഈ കിണർ മൂടിയിട്ടാണ് നമ്മൾ ഇതാക്കിയത്. കാരണം മണ്ണ് ഫൗണ്ടേഷൻ്റെ സൈഡിൽ നിന്ന് മണ്ണിങ്ങനെ ഇടിയാൻ തുടങ്ങി. പിന്നെ അത് കൂടാണ്ട് ഞങ്ങൾ 2 ഭാഗത്തും മോദർ പൈലിങ് ചെയ്തിട്ട് സൈഡിൽ കൂടെ ബീമും കയറ്റി. അപ്പം നമ്മൾ ഈ ഭാഗത്തൊക്കെ ബേപ്പൂർ ഭാഗത്തൊക്കെ നമ്മൾ വീടൊക്കെ നിർമ്മിക്കുമ്പോൾ എടുത്ത് പഴയ കിണറുണ്ടെങ്കിൽ ഒന്നുകിൽ ചെറിയ റിങ്ങിൻ്റെ കിണറായിരിക്കും, ഒന്നുകിൽ ആ കിണർ മൂടുക, അല്ലെങ്കിൽ ആ ഭാഗത്ത് പൈലിങ് തന്നെ ചെയ്യണം. പിന്നെ അത് കൂടാണ്ട് നമ്മൾ ഫുഡ് വാൾ വെക്കുമ്പോൾ ഒരു 1.5 ഫൂട്ട് മുകളിലേക്ക് വെക്കുക. കാരണം നമ്മൾ ഈ ഫുഡ് വാൾ താത്തി വെക്കുമ്പോൾ നമ്മൾ മാക്സിമം വെള്ളം ഈ വേനൽക്കാലത്ത് താന്നു പോകും. അപ്പോൾ താന്നു പോകുമ്പോൾ നമ്മൾ സൈഡിൽ നിന്നുള്ള മണൽ പൂഴി നേരെ ഈ വെള്ളത്തിലേക്ക് ഈ സൈഡിലേക്ക് ഇറങ്ങും. അങ്ങനെയാണ് ഇവിടെ നമ്മൾ അധികം കിണർ ഈ ഭാഗത്ത് താന്നു പോവുക. അത് ഫൗണ്ടേഷൻ്റെ അടുത്തൊക്കെ ആകുമ്പോൾ പണി കഴിഞ്ഞ വീടാകുമ്പോൾ നമുക്ക് വളരെ ഇത് വരും. ചിലപ്പോൾ ഒരു സൈഡിലും നമുക്ക് ഇരുന്ന് പോകും.